Hi 10th. So exercise 13.3 discussion is going on, and three more questions are there to discuss. And through this video session I'm going to choose the seventh question. So question number 1 to 6 we already discussed by last few videos, and now we are going to take exercise 13.3 seventh question. Okay, so before entering to the session, let me discuss few things with you. Okay, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരുന്നു നിങ്ങളോട് 9 മണിക്ക് ശേഷം നോട്ട് അയച്ചു തരുന്ന കുട്ടികൾ മറ്റാർക്കെങ്കിലും നോട്ട് അയച്ചു കൊടുക്കുന്നത്. അതൊന്ന് തിരുത്താൻ വേണ്ടി വന്നതാണ്. ഒരു മനസ്സിനൊരു വിഷമം അങ്ങനെ പറഞ്ഞപ്പോൾ തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ തിരുത്തണമല്ലോ. അതുകൊണ്ട് ഞാനത് തിരുത്തി ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് പറയാണ്. 9 മണിക്ക് ശേഷം ഒരു നോട്ട് പോലും എൻ്റെ മൊബൈലിലോട്ട് വരണ്ട. അതായത് എൻ്റെ മൊബൈൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് റൂമിൽ കാണരുത് 9 മണിക്ക് ശേഷം. നിങ്ങൾ നോട്ട് അയച്ചില്ലെങ്കിൽ അയക്കണ്ടെന്നേ, നിങ്ങൾ കഷ്ടപ്പെട്ട് 9 മണിക്ക് ശേഷം അയക്കണ്ട, അതങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ, ഇത് എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്നൊന്നും അറിയില്ല, കാരണം 10th പറ്റിയിട്ട് ഞാനിങ്ങനെ ഇത്രയും ദിവസമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചിട്ടില്ല. ഓക്കെ, എനിക്കിത് പറയണം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ 10th പറ്റിയിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ്സ് കേൾക്കാൻ തുടങ്ങി. നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്, മനസ്സിലായില്ലേ? നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ വെറും പൊട്ടന്മാരാണ്, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ ലൈവിന് എൻ്റെ ക്ലാസ്സിൽ എത്ര പേര് വന്നു? 32 കുട്ടികളിൽ 2 ക്ലാസ്സിലും 10th എയ്ക്കും ബിക്കും ആയിക്കോട്ടെ, 2 ക്ലാസ്സിലും ബാധകമായിട്ട് ജനറൽ കാര്യമാണ് പറയുന്നത്. 2 ക്ലാസ്സിലും സംഭവിച്ചതെന്ന് വെച്ചാൽ 32 കുട്ടികൾ 20 കുട്ടികൾ വന്നു. ബാക്കിയുള്ളവരോ? ഇതിനെ ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഓട്ടോ എന്തെങ്കിലും വിടണം, ഓട്ടോറിക്ഷ എന്തെങ്കിലും എൻ്റെ ലൈവിൽ വാന്ന് പറഞ്ഞിട്ട് വേണോ? അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അപ്പം നിങ്ങൾ കളിക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ നമുക്ക് കളിച്ചു തീർക്കാം, കുഴപ്പമൊന്നുമില്ല. ആർക്കാ നഷ്ടം? എനിക്കൊരു നഷ്ടമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കളിച്ചോ, നിങ്ങൾ എല്ലാത്തിലും കളിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടാൻ പോകുന്നത് മാച്ചിൻ്റെ റിസൾട്ടിലൂടെ ആയിരിക്കും. നിങ്ങൾ നോക്കിയോ, അത് കഴിഞ്ഞ ബാച്ചിൻ്റെ അതേ ഒരു ട്യൂണിലോട്ടാണ് നിങ്ങൾ അവസാനമാകുമ്പോൾ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഏറെക്കുറെ. അപ്പം നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളാം. ഇനിയിപ്പം ഞാൻ നിങ്ങളെ പിടിച്ച് വലിച്ച് കൊണ്ടുവരാനൊന്നും ശ്രമിക്കുന്നില്ല. ആസ് യുവർ വിഷ്. ചുരുക്കി പറഞ്ഞ സൗകര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതിയെന്ന്. നിങ്ങളത് എങ്ങനെ വേണേലും എടുത്തോ, ഐ ഡോണ്ട് കെയർ. സോ ഇത് ഞാൻ പറഞ്ഞത് പഠിക്കാത്ത എൻ്റെ ലൈവിന് ക്ലാസ്സിന് വരാതെ നോട്ട്ബുക്ക് വൈകി അയക്കുന്ന, പിന്നെ നോട്ട്ബുക്ക് തീരെ അയക്കാത്ത, ഒട്ടും ഒരു ദിവസം പോലും വീഡിയോ മാക്സിമം മര്യാദയ്ക്ക് കാണാത്ത, സ്കിപ്പ് ചെയ്ത് വെറുതെ കണ്ടു എന്ന് വരുത്തുന്ന, എക്സാം ചോദിക്കുമ്പം മറ്റൊരുത്തിൻ്റെ സെറ്റ് തന്നെ എഴുതി വെക്കുന്നവരോടും ഗൂഗിൾ നോക്കി എഴുതി വെക്കുന്ന ഒരു ടീമിനോടാണ്. അതൊരു 20% 2 ക്ലാസ്സിൽ. ബാക്കി 80% സല്യൂട്ട്. നിങ്ങളുടെ ക്ലാസ് 2 ക്ലാസ്സിലൂടെ 80% എനിക്കറിയാം നന്നായി വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, അവർക്ക് എൻ്റെ സല്യൂട്ട് കൊടുക്കുന്നു. വിത്ത് ദാറ്റ് ബാക്കിയുള്ള 20% ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ് മീ ടേക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7. കം വിത്ത് മീ. ഓക്കെ, ജസ്റ്റ് കം വിത്ത് മീ. A cylindrical bucket 32 cm high and with radius of base 18 cm is filled with sand. This bucket is emptied on the ground and a conical heap of sand is formed. If the height of the conical heap is 24 cm, find the radius and slant height of the heap. Very simple question. You may understand the meaning of the question. Let me draw a figure and explain. So the question is discussing about a cylindrical bucket. So let me draw a bucket. It is in the shape of cylinder. And the specialty of this cylindrical bucket is it is having a height of 32 centimeter. So its height is what? Its height is, let it be h1, 32 centimeter. You may understood that, isn't it? And one more specialty is there. Its radius, base radius is given as 18 centimeter. Radius is given as 18 centimeter. So R, let it be R1, 18 centimeter. And it is filled with sand. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എന്താണ്? മണൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ കളിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ചെറുപ്പത്തിലും കളിച്ചിട്ടില്ല. എൻ്റെ തൊട്ട് പുറകിലുള്ള ജനറേഷൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചിരട്ടയിൽ മണലൊക്കെ എടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ കമിഴ്ത്തി ഇങ്ങനെ വെക്കും. ചിരട്ടയിൽ മണൽ നിറച്ചിട്ട്
കമിഴ്ത്തും, എന്നിട്ട് എടുക്കും. അപ്പോൾ നോക്കുമ്പോൾ ആ ചിരട്ടേൻ്റെ ആകൃതിയിൽ മണൽ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കളിയാണെന്ന് വിചാരിച്ചോ. ഇത് മൊത്തം മണൽ നിറച്ചിട്ടുണ്ട്, ഈ സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ഇതെന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ കമിഴ്ത്തുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന സിലിണ്ടറിക്കൽ ആകൃതിയിൽ, എന്നിട്ട് കമിഴ്ത്തിയിട്ട് ബക്കറ്റ് എടുക്കും, സിലിണ്ടറിക്കൽ ആകൃതിയിൽ തന്നെയുള്ള മണൽ ആണ് വരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഏത് ആകൃതിയിലുള്ള മണലാണ് വന്നത്? ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഒരു ഹീപ്പാണ്, കോണിക്കൽ ഷേപ്പിലുള്ള കൂമ്പാരാണ് വന്നത്. അത് സംഭവിക്കാമല്ലോ, മണലിങ്ങനെ ചിലപ്പം നേരെ വന്നിട്ടുണ്ടാവും, പിന്നെ മണൽ മെല്ലെ ഊർന്ന് കോണിക്കൽ ഷേപ്പില്ല. എനിവേ ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് കോണിക്കൽ ഷേപ്പ്. എപ്പം ഇവിടെയുള്ള മണൽ നേരെ കമിഴ്ത്തി റിമൂവ് ചെയ്തപ്പം ഇങ്ങനൊരു കോണിക്കൽ ഹീപ്പാണ് വന്നത്, അല്ലേ? And a conical heap is a heap of sand is formed. ഈ കോണിക്കൽ ഹീപ്പിൻ്റെ height of the conical heap is given as 24 centimeter. Height is given as 24 centimeter, isn't it? ഈ കോണിക്കൽ ഹീപ്പ് ഫോം ചെയ്ത ഹീപ്പിൻ്റെ ഹൈറ്റ് is given as 24 centimeter. So H2 is equal to 24 centimeter. And find the radius. That means the radius of the conical heap is not given. So let it be some R2. Because here we have mentioned radius as R1. So let it be R2. Okay. റേഡിയസ് R2 ആയിട്ട് മെൻഷൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? R2 കണ്ടുപിടിക്കണം, അതായത് റേഡിയസ് ഓഫ് ദ കോണിക്കൽ ഹീപ്പും കണ്ടുപിടിക്കണം, സ്ലാൻ ഹൈറ്റ് ഓഫ് ദ കോണും കണ്ടുപിടിക്കണം. സോ ലെറ്റ് ഇറ്റ് ബി സം L, not some L. It is already, slant height, we have to mark it as L. സോ എല്ലും. അപ്പം എന്തൊക്കെ കണ്ടുപിടിക്കണം? ഈ കോണിക്കൽ ഹീപ്പിൻ്റെ റേഡിയസും കണ്ടുപിടിക്കണം, പുറമെ സ്ലാൻ ഹൈറ്റും കണ്ടുപിടിക്കണം. ഓക്കെ. സോ എനിവേ നമ്മൾ റേഡിയസ് ആദ്യം കണ്ടുപിടിക്കണം, അതിനുശേഷം നമുക്ക് സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ അറിയാം. കാരണം ഹൈറ്റും റേഡിയസും സ്ലാൻ ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാമല്ലോ. സോ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. സോ റേഡിയസ് ആദ്യം കണ്ടുപിടിക്കുക. സോ all the things which is given you have to mention first. So radius and height of the cylindrical bucket is given as 18 cm and 32 cm respectively, and radius of the conical heap, let it be R2, and height of the conical heap, it is given as 24 cm, and slant height as let represent slant height as L. All the things you have to write here. And let me come to solve out this question. Okay. ആൻഡ് സൊല്യൂഷനോട്ട് പോകുമ്പം നമ്മൾ എന്താണ് ഇതിൽ ആലോചിക്കുന്നത്, എന്ത് കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്? ഇതിൻ്റെ ഉള്ളിലുള്ള മണലാണ് ഈ കാണുന്നത്. അതായത് വോളിയം ഓഫ് സാൻഡ് ഇൻസൈഡ് ദി സിലിണ്ടറിക്കൽ ബക്കറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദിസ് കോൺ. കാരണം എന്താ, ഈ കോണിക്കൽ ഷേപ്പിലുള്ളത് മണല, എവിടെ നിന്ന് വന്ന മണല? ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മണല. അപ്പം എന്ത് കോൺസെപ്റ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക? സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഓർ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, വാട്ട് വി ക്യാൻ റൈറ്റ്? വോളിയം ഓഫ് സാൻഡ് ഇൻ സിലിണ്ടർ ഷുഡ് ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് സാൻഡ് ഇൻ കോൺ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ഇതൊരു കോണിക്കൽ പാത്രമല്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ഇതൊരു സിലിണ്ടറിക്കൽ പാത്രമായിരുന്നു, സിലിണ്ടറിക്കൽ പാത്രത്തിനുള്ളിലുള്ള മണലായതുകൊണ്ടാണ് വോളിയം ഓഫ് സാൻഡ് ഇൻ സിലിണ്ടർ എന്ന് എഴുതിയത്. ഇതൊരു പാത്രമല്ല, ഇത് കമിഴ്ത്തി വെച്ചപ്പോൾ അങ്ങനെ വന്ന മണലാണ്. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് കോൺ എന്ന് എഴുതാം. വോളിയം ഓഫ് കോൺ ഓർ വോളിയം ഓഫ് ഓക്കെ, അല്ലെങ്കിൽ വോളിയം ഓഫ് സാൻഡ് ഇൻ കോണിക്കൽ ഷേപ്പ് എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല, കോണിക്കൽ ഷേപ്പ്. ഓക്കെ. കാരണം എന്താ, നേരത്തെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൻ്റെ ഉള്ളിൽ എത്ര മണലുണ്ടായിരുന്നോ അത് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ കോണിക്കൽ ഷേപ്പിലോട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. യു മേ അണ്ടർസ്റ്റുഡ്, നോ? ഓക്കെ. So you may understood the property which we have applied, because the thing is that in the question it is given that, directly given that if this cylindrical bucket is filled with sand, someone is going to remove this sand from this bucket on the floor. So what happened? A conical heap is formed. Anyway, how much sand is there in this conical heap? Same sand came from where? The cylindrical bucket. അപ്പോൾ സിലിണ്ടറിക്കൽ ബക്കറ്റിൽ ഉണ്ടായിരുന്ന മണലിൻ്റെ അതേ വോളിയം ആയിരിക്കും കോണിക്കൽ ആകൃതിയിലുള്ള ഇതിലുണ്ടാവുന്ന മണലിൻ്റെ വോളിയം, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് വോളിയം ഓഫ് സാൻഡ് ഇൻ സിലിണ്ടറിക്കൽ ബക്കറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് സാൻഡ് ഇൻ കോണിക്കൽ ഷേപ്പ്. ഓക്കെ. നൗ we just see which is the formula for calculating volume of sand in cylinder. Anyway, formula is pi r square h, and we have mentioned the radius as r1 and h as h1. Okay. And volume of conical heap formula is 1/3 pi r square h. So 1/3 pi r we have represented it as r2 in the case of cone, and h we have represented it as h2. You may understood it well, no? Yes. Now just see, you can cancel this pi and pi without any doubt, direct cancellation from LHS to RHS, and remaining all the values we can substitute. R1 is given as 18, so 18 square into H1 is given as 32, because all the dimensions are related to cylinder. You may understood, no? And right side 1/3, and R2 square, unfortunately it is not given, but H2 is given. In the case of cone, radius is not given, so we are helpless, or we cannot substitute any value for R2, but H2 is given. H2 is given as 24 centimeter. You may understood. Any problem? Here all the things are related to cone, here all the things are related to what? Cylinder. And now you can see
You can write this 18 as 18 into 18 for better cancellation as you wish. Now you have complete freedom to solve out. As you wish, you can proceed. 1 by 3 into r2 square, let it be there, 24 as it is. Now we can cancel this 3 and 24. ഇവിടെ എന്ത് വരും? 8 വരും. വരൂലേ? വരും. 3ഉം 24ഉം ക്യാൻസൽ ചെയ്താൽ 8 അല്ല വരിക? വരും. സോ ഇവിടെ നമ്മൾ ക്രോസ് ക്യാൻസലേഷൻ ചെയ്തു. ഇനി നമ്മൾ RHSും LHസും നമ്മൾ ഡയറക്റ്റ് ക്യാൻസലേഷൻ ചെയ്യുക. യു ക്യാൻ യൂസ് പെൻസിൽ. 8ഉം 32ഉം ക്യാൻസൽ ചെയ്ത് 4 വരും. 32 ആണല്ലോ. സോ ബാക്കിയെല്ലാം ആയി. നിങ്ങൾ നോക്കുക ബാക്കി. അപ്പോൾ r2 സ്ക്വയർ റൈറ്റ് സൈഡിൽ r2 സ്ക്വയർ മാത്രമേ ഉള്ളൂ. അതായത് r2 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു വാട്ട്? 18 into 18 into 4. 18 into 18 into 4. You may understood, no? യെസ്. ഇനി r2 എന്ന് എന്ത് വരും? r2 എന്ന് വെച്ചാൽ r2 സ്ക്വയർ ഇസ് 18 into 18 into 4 ആണെങ്കിൽ r2 വിൽ ബി വാട്ട്? സ്ക്വയർ റൂട്ട് ഓഫ് 18 into 18 into 4. ഓക്കെ. അപ്പോൾ സ്ക്വയർ റൂട്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. മൊത്തം വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഐഡിയകൾ ഉപയോഗിക്കാം. ഞാനിപ്പം 18 നിങ്ങൾക്ക് 9 into 2 എന്ന് എഴുതി കൂടെ എഴുതാം. ഈ 18 നിങ്ങൾക്ക് 9 into 2 എന്ന് എഴുതി കൂടെ എഴുതാം. പിന്നെ ലാസ്റ്റുള്ള 4 അതുപോലെ എഴുതി. ഇനി നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യാൻ സുഖമാണ്. എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 9 into 9? ജസ്റ്റ് റൈറ്റ് 9. എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 into 2? ജസ്റ്റ് റൈറ്റ് സിംഗിൾ 2. ദെൻ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 4? 2. എത്ര എളുപ്പമുണ്ട്? നിങ്ങൾക്ക് ആശയം വെച്ച് കേട്ടോ. ഇതിനേക്കാൾ എളുപ്പമുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. നിങ്ങളത് പ്രൊസീഡ് ചെയ്തോളൂ. അപ്പം നമുക്കിപ്പോൾ സ്ക്വയർ റൂട്ട് നമ്മൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തു. കാരണം സ്ക്വയർ റൂട്ട് ഓഫ് x into x എന്ന് പറഞ്ഞാൽ x ആണ്. ആ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത്. സോ 9 into 2 is 18, 18 into 2 is 36. So we got the value of radius as 36. So just below that you have to write a sentence as a conclusion. What? So the radius of the conical heap formed is 36 centimeter. You might have understood, no? Yes. So now one more thing is there. We have to find out the slant height. So to find L, so which relation can be used? So L belongs to cone, and there is a relationship between L, H, R. That is nothing but L square is equal to R square plus H square. And we got the radius of the cone as 36 just now. So 36 square plus height of the cone is given in the question as what? What height of the cone? 24. So 24 square. So L square is equal to, we got it as 36 square plus 24 square. So you have to calculate it. Okay. If it is some a square minus b square, we can apply the identity a plus b into a minus b. ഇവിടെ ഒരു വേറെ ഐഡൻറ്റിറ്റിയും നമുക്ക് ഉപയോഗിച്ച് ഒരുപാട് എളുപ്പം കിട്ടുന്ന ഐഡൻറ്റിറ്റികളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. സോ 36ൻ്റെ സ്ക്വയർ ഇസ് നത്തിങ് ബട്ട് 36 into 36. So 6 9 2 1 plus 24 square (576). Then add ചെയ്യുക നിങ്ങൾ. L square is equal to what? 1872. So else will be what? Square root of 1872. And square root of 1872 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സമയമൊന്നുമില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ നിർത്തിക്കോളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു അര മാർക്ക് നിങ്ങൾക്ക് ലോസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 1 മാർക്ക് ലോസ് ആവാം. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, എങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 1872ൻ്റെ സ്ക്വയർ റൂട്ട് കാണലാണ് ഇനി നമ്മുടെ അടുത്ത ഘട്ടം. ഓക്കെ. അപ്പം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു. ഇനിയിപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് മനസ്സിലാകും, അല്ലെങ്കിൽ ഇതെങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് മനസ്സിലാകും. അങ്ങനത്തെ സംശയം ഉണ്ടെങ്കിൽ എനിക്കും ഇതെങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല കേട്ടോ, സത്യമായിട്ടും. എങ്ങനെ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി. അത് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പം എനിവേ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ടാസ്ക് അത് ഞാൻ പറഞ്ഞുതരാം. ഈ 1872 ജസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് വേഗം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിയാവുന്ന മക്കളാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് പ്രൈം ഫാക്ടറൈസേഷൻ ഒരു പ്രോബ്ലം ആകുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 3 വെച്ചല്ലേ, 3 27 പിന്നെ നമുക്ക് 12 3 വെച്ച് 1 3 3 3 ഓക്കെ. ഇത്രയും കിട്ടി. ഇത്രയും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 1872 2 into 2 into 2 into 2 into 3 into 3 into 13 ഇരിക്കട്ടെ. അപ്പോൾ 2 into 2 into 2 into 2 into 4 2 into 3 into 3 into 13 3 into 3 into 13 ഓക്കെ. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് അപ്ലൈ. സ്ക്വയർ റൂട്ട് ഓഫ് 1872 പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് ഇനി സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യാം. വാട്ട് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ്
So what is square root of 2 into 2? Just write it 2. What is square root of 2 into 2? Just write it 2. What is square root of 3 into 3? Just write it 3. Then what is square root of 13? Square root of 13 itself. Okay. So 2 into 2, 4, 4 into 3, 12. 12 root 13 will be your span height. That much centimeter. So ഇതൊരു നൈസ് മെത്തേഡാണ്. ഇതിനേക്കാളും മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി ചിലപ്പോൾ കിട്ടുമായിരിക്കും. എനിക്ക് അറിയാവുന്നൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ. സോ ഇത് പെട്ടെന്ന് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു അരമിനിറ്റ് പോലും എടുത്തില്ല ഇത് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പെയറിംഗ് ആയി കിട്ടിയാനെ, കറക്റ്റ് ഒരു വാല്യൂ കിട്ടിയാനെ. ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ 13 ഇവിടെ വന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗട്ട് ഇല്ലാണ്ട് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമുക്ക് ഇവിടം വരെയാണ് ഇതിൻ്റെ ഒരു മൊത്തം റോള്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ. ഇനിയിപ്പോൾ ഞാനൊക്കെയാണ് പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്നത്, ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ ഞാനല്ലല്ലോ വാല്യുവേറ്റ് ചെയ്യുന്നത്. കാരണം വാല്യുവേഷൻ ചെയ്യാൻ വിവരമുള്ളവരെ എടുക്കുകയുള്ളൂ. ഓക്കെ. അപ്പം 12 root 13 centimeter. ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യില്ല നിങ്ങൾ ബേസിൽ അറിയാതെ പറഞ്ഞ കേട്ടോ മോനെ. So you may understood that question. Now we are going to move to the question number 8. Question number 8. So question number 8 is little bit difficult to understand. എന്നെ കൊണ്ട് കഴിയാവുന്നതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ഞാനതിപ്പം അങ്ങനെ ഒരിക്കലും ശരിക്കും സൈക്കോളജി നമ്മൾ BEd ഒക്കെ പഠിച്ചുകൊണ്ട സമയത്ത് നമ്മളോട് സൈക്കോളജി പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറയും ഒരു കുട്ടികളോടും നമ്മൾ എന്താ പറയുക ബുദ്ധിമുട്ടാണെന്ന് ആദ്യം ക്വസ്റ്റ്യൻ പറയരുത്. പക്ഷേ നിങ്ങളോട് സത്യം പറഞ്ഞ് ശീലിച്ച് കുറച്ച് ബുദ്ധിമുട്ട് മനസ്സിൽ ചെയ്യാനുള്ളതൊക്കെ വളരെ സിമ്പിളാണ്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് ആവുന്നതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്ന് എൻ്റെ കൂടെ നിൽക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണും. നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ വായിക്കും മനസ്സിലാവും. ഇച്ചിരി ഒരു കൺഫ്യൂസിങ് പോലെ എനിക്ക് തോന്നി. ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് ഈ എക്സസൈസ് ഇന്ന് തീർക്കണം എന്നാണ്. സോ ഷാൽ വി ഗോ ഫോർ ദ 7th question. കം വിത്ത് മീ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി ചെയ്യുന്ന 2 ക്വസ്റ്റ്യനും വളരെ കുറച്ച് ഡിഫറെൻറ്റ് വേയിൽ നമ്മൾ ചിന്തിച്ച് ഇപ്പം വന്ന അതേ പാറ്റേണിൽ പോലെ അല്ലാത്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇനി രണ്ടും. അപ്പം പ്രാക്ടിക്കൽ ലൈഫ് ആപ്ലിക്കേഷൻ ആണ് ക്വസ്റ്റ്യൻസ്. അപ്പം പോവാം 7th question. ഓക്കെ. See, question number 8. Water in a canal 6 meter wide and 1.5 meter deep is flowing with a speed of 10 km/h. How much area will it irrigate in 30 minutes if 8 centimeter of standing water is needed? This is your question. Okay. എനിക്ക് ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കാം. ഇതാണ് കേസ്, ഞാൻ പറഞ്ഞുതരാം. ഒരു കനാൽ ഉണ്ട്, ഒരു കനാൽ. ഓക്കെ. കനാൽ അല്ലെങ്കിൽ പുഴയാണെന്ന് വിചാരിക്കാം. കനാലിന് അപ്പം നമ്മൾ 9th ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ. ഇതുപോലെയല്ല, നമ്മൾ 1 മിനിറ്റിൽ കടലിൽ എത്ര വെള്ളം വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കനാലിൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് എങ്ങനെയാണ് വരിക. ഇവിടെ കനാലിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. എന്താണ്, ഈ ഒരു കനാലുണ്ട്, അതിന് 6 മീറ്റർ വീതിയും വിഡ്ത്തും, അതിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 മീറ്ററും ആഴം 1.5 മീറ്ററും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വീതിയും ആഴവും തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇതാണ് പുഴയെങ്കിൽ പുഴയുടെ വീതി എന്ന് പറയുമ്പം ഇതാണ് പുഴയുടെ വീതി, ഇതാണ് റിവർ അല്ലെങ്കിൽ കനാൽ, ഇതായിരിക്കുമല്ലോ പുഴയുടെ വീതി, ഇവിടെ മുതൽ ഇവിടം വരെയാണല്ലോ വീതി. സോ ലെറ്റ് ഇറ്റ് ബി സം ബി. അത് തന്നിട്ടുണ്ട് 6 മീറ്റർ എന്ന്. പിന്നെ പുഴയുടെ ആഴം എന്ന് വെച്ചാൽ ഇതാണല്ലോ ആഴം, ആ ആഴവും തന്നിട്ടുണ്ട്. സോ ആഴം ഈസ് നത്തിങ് ബട്ട് ഹൈറ്റ്, ദാറ്റ് ഈസ് ഗിവൺ. ഹൈറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട് 1.5 മീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാകും. ഏതായിരിക്കും ഷേപ്പ്? ഏകദേശം നമ്മളൊരു ഷേപ്പിലോട്ട് മാറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഏത് ഷേപ്പിലാകും? യെസ്, യു ആർ റൈറ്റ്. അതേത് ഷേപ്പിലാകും? ക്യൂബോയിഡൽ ഷേപ്പിൽ ആകും. ഒരു പുഴ എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്യൂബോയിഡൽ ആകൃതിയിലൊക്കെയാണ് ഏകദേശം ഒഴുകുക. അപ്പോൾ അങ്ങനെ ഒഴുകുന്ന ഒരു പുഴയാണിത്. ഇനി പ്രോബ്ലം നോ. അപ്പോൾ അത്രയും ക്ലിയറായി. ഇനി ഈ പുഴ ഒഴുകുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. ഇറ്റ് സ്പീഡ് ഈസ് ഗിവൺ. വാട്ട് ഈസ് സ്പീഡ്? 10 km/h. അപ്പം ഹൈറ്റും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടില്ല. കാരണം ഒരു പുഴയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡിനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന് സ്പീഡ് ഈസ് ഇക്വൽ ടു 10 km/h എന്ന് വെച്ചാൽ എന്താ? ദ റിവർ വിൽ ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 10 km/h. നിങ്ങൾക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്.
അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ് സ്പീഡ് എന്നൊക്കെ പറയുക. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ പെർ 1 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡ് ഒക്കെയാണ് സ്പീഡിൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ള വെലോസിറ്റിൻ്റെ ഒക്കെ യൂണിറ്റ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 10 km/h എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചാൽ ഇതാണ്: ഒരു മണിക്കൂറിൽ 10 km/h സ്റ്റാൻഡ്സ് ഫോർ 10 km/1 hour. എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ പുഴ 10 കിലോമീറ്റർ സഞ്ചരിക്കും. അതായത് ഒരു ഇല നിങ്ങൾ ഈ ഒരു പുഴയിൽ നിങ്ങളൊരു ഇല, ഒരു ലീഫ് നിങ്ങൾ ഇട്ടു എന്ന് വിചാരിക്കുക. ഒരു ചെറിയ ലീഫ് ഇട്ടു. അതിനുശേഷം നിങ്ങൾ ലീഫ് ഇട്ടു, ആ പോയിൻ്റ് നിങ്ങൾ മാർക്ക് ചെയ്തു എ. അതായത് കരയിൽ ആ ലീഫ് ഇട്ട ഭാഗം, ലീഫ് ഇട്ട ഭാഗം പുഴയിൽ എവിടെയാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ കരയിൽ എന്നിട്ട് ആ ഭാഗം എ എന്ന് മാർക്ക് ചെയ്തു. എവിടെയാണോ ലീഫ് ഇട്ടത് ആ ഭാഗത്ത് എ എന്ന് മാർക്ക് ചെയ്തു. പിന്നെ നിങ്ങൾ 1 മണിക്കൂറിന് ശേഷം പോയി നോക്കുമ്പം ആ ലീഫ് എവിടെ എത്തിയിട്ടുണ്ടാവും? 10 കിലോമീറ്റർ അപ്പുറം എത്തിയിട്ടുണ്ടാവും. അതാണ് പുഴയുടെ സ്പീഡ് 10 km/h എന്ന് പറഞ്ഞാൽ അർത്ഥം. ഒന്നും കൂടെ പറയുന്നു: ഒരു മണിക്കൂർ കൊണ്ട് പുഴ 10 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് 10 km/hൻ്റെ അർത്ഥം. അതായത് ഒരു ഇല നിങ്ങൾ പുഴയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾ പോയി നോക്കിയാൽ ആ ഇല 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് സ്പീഡ്. അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ അത് പുഴയുടെ ലെങ്ത് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ നോക്കിയേ, ഒരു ഇല ഇട്ടു, ഇല 1 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ ദൂരം എത്തിയെന്ന് പറഞ്ഞാൽ ആ 1 മണിക്കൂർ കൊണ്ട് പുഴ സഞ്ചരിക്കുന്ന ലെങ്ത്താണ് 10 കിലോമീറ്റർ. ഞാൻ ഒന്നുകൂടെ പറയുന്നു: 1 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ ആണ് പുഴയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ഒരു ഇല നിങ്ങൾ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് 10 കിലോമീറ്റർ മാറിയിട്ടുണ്ടാവുക. അതായത് 1 മണിക്കൂർ കൊണ്ട് പുഴ സഞ്ചരിക്കുന്ന ലെങ്ത് എത്രയാണ്? 10 കിലോമീറ്റർ എന്നർത്ഥം. അതായത് ഇൻ ബ്രാക്കറ്റ് യു ക്യാൻ റൈറ്റ് വാട്ട് ലെങ്ത് ട്രാവൽഡ് ബൈ റിവർ ഇൻ 1 hour ഈസ് നത്തിങ് ബട്ട് 10 കിലോമീറ്റർ. 1 മണിക്കൂറിലുള്ള പുഴയുടെ ലെങ്ത്താണ് 10 കിലോമീറ്റർ എന്ന് തന്നേക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ റിവറും തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? 1 മണിക്കൂറിലെ ലെങ്ത് തന്നിട്ടുണ്ട് 10 കിലോമീറ്റർ. അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊള്ളാക്കുന്നില്ല. ഇനി ഈ പുഴയിൽ നിന്നും ഒരാൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഞാനാണെന്ന് തന്നെ വിചാരിച്ചോളൂ. എനിക്ക് കുറച്ച് കൃഷിയിടമുണ്ട്. ഫാർമറാണ് ഞാൻ. എനിക്ക് ടീച്ചിങ് ജോലിയിൽ അങ്ങനെ ശോഭിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. എനിക്ക് കൃഷിയിലോട്ട് മാറേണ്ട വന്നു, കാല് മാറി ചവിട്ടേണ്ട വന്നു. അങ്ങനെ കൃഷി തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു: മോനെ, നീ ഇതിലെങ്കിലും ഗുണം പിടിക്കുമോ നോക്ക്, നിനക്ക് ഞാനൊരു പ്ലോട്ട് തരാം. അപ്പോൾ കൃഷിയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു റെക്റ്റാങ്കിൾ ഒരു പ്ലോട്ടാണ് നമുക്ക് ഉണ്ടാവുക, അല്ലേ? കൃഷിയിടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ പ്ലോട്ടാണ് ഉണ്ടാവുക. ഒരു റെക്റ്റാങ്കിൾ വരച്ചപ്പോൾ പാരലോഗരായിപ്പോയി. ഒരു റെക്റ്റാങ്കിൾ പ്ലോട്ടാണ് കൃഷിയിടം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് വെള്ളം എടുക്കുന്നു. ഈ പുഴയിൽ നിന്ന് ഞാനൊരു പൈപ്പൊക്കെ ഇട്ട് ഞാൻ ഈ ഒരു കൃഷിയിടത്തിലോട്ട് എടുക്കുവാണ്. ഓക്കെ. ആ കൃഷിയിടം എന്ത് ചെയ്യണം? എനിക്ക് ഇറിഗേറ്റ് ചെയ്യണം. അതായത് ഇതിലെനിക്ക് നനയ്ക്കണം. ജലസേചനത്തിന് വേണ്ടിയിട്ട് എനിക്ക് വെള്ളം എടുക്കണം. അതാണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലസേചനം. ഓക്കെ. അപ്പം ഞാൻ വെള്ളം എടുക്കുന്നത് എന്താണ്? ഈ പുഴയിലുള്ള മൊത്തം വെള്ളം കൂടെ പൈപ്പിട്ടിട്ട് ഇവിടെ എടുക്കാൻ പറ്റുമോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഈ സാധനമൊക്കെ നട്ടത് നനയ്ക്കാൻ മാത്രം മതി. അപ്പോൾ എനിക്ക് എത്ര മിനിറ്റ് മതി വെള്ളം? ഹൗ മച്ച് ഏരിയ വിൽ ഇറ്റ് ഇറിഗേറ്റ് ഇൻ 30 minutes? 30 മിനിറ്റിൽ എനിക്ക് 30 മിനിറ്റിൽ അല്ലെങ്കിൽ ഹാഫ് ആൻ ഹവറിൽ മാത്രം കുറച്ച് വെള്ളം 30 മിനിറ്റത്തേക്ക് ഒരു പൈപ്പ് കണക്ട് ചെയ്ത് വെള്ളം എടുത്ത് ഞാൻ നനയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ നനയ്ക്കുക എന്ന് പറയുമ്പം എനിക്ക് നനയ്ക്കുക എന്നതിന് അപ്പുറം എനിക്ക് കൃഷിയിടത്തിൽ കുറച്ച് വെള്ളം തളം കെട്ടി നിൽക്കണം. ഇപ്പം നെൽകൃഷിയൊക്കെ ആണെങ്കിൽ വെള്ളം വേണമല്ലോ. അതുപോലെ എന്തെങ്കിലും കൃഷിയാണെന്ന് വിചാരിക്കുക. അപ്പം അതിലെനിക്ക് എത്ര വെള്ളം തളം കെട്ടി നിൽക്കണം? ഇഫ് 8 സെൻറ്റിമീറ്റർ ഓഫ് സ്റ്റാൻഡിങ് വാട്ടർ ഇസ് നീഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിയിടത്തിൽ എനിക്ക് 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം കെട്ടി നിൽക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഞാൻ ഈ വെള്ളം ഇങ്ങോട്ട് എടുക്കുമ്പം ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ മൊത്തം വെള്ളം നിറയും. അങ്ങനെ നിറഞ്ഞ് 8 സെൻറ്റിമീറ്റർ വരെ വെള്ളം നിറയണം കൃഷിയിടത്തിൽ. 8 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും? നിങ്ങൾ സ്കെയിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 8 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഏകദേശം ഇത്ര ഉണ്ടാവും. അതായത് എൻ്റെ കൃഷിയിടത്തിൽ ഇതാണ് എൻ്റെ കൃഷിയിടമെങ്കിൽ അതിൻ്റെ 8 സെൻറ്റിമീറ്റർ ഈ കൃഷിയിടത്തിൽ ഇതാണ് എൻ്റെ കൃഷിയിടത്തിൻ്റെ പ്ലോട്ട് എന്ന് വിചാരിക്കുക. അതിൽ ഇത്ര ഹൈറ്റിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഈ ഹൈറ്റ് വരെ വെള്ളമാവണം. അതാണ് 8 സെൻറ്റിമീറ്റർ സ്റ്റാൻഡിങ് വാട്ടർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചതെന്നറിയോ? അങ്ങനെ 8 സെൻറ്റിമീറ്റർ സ്റ്റാൻഡിങ് വാട്ടർ വേണ്ട രീതിയിൽ എത്ര ഏരിയയിൽ നിങ്ങൾക്ക് ഇറിഗേഷൻ ചെയ്യാം, എത്ര ഏരിയയിൽ വെള്ളം നിങ്ങൾക്ക് നിറയ്ക്കാം എന്നാണ് ചോദ്യം. 8 സെൻറ്റിമീറ്റർ ഹൈറ്റ് സ്റ്റാൻഡിങ് വാട്ടർ എന്ന് വെച്ചാൽ 8 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം നിറയണം. ആ ഹൈറ്റേ തന്നിട്ടുള്ളൂ. അല്ലാണ്ട് ആ വെള്ളം എത്ര സ്ഥലത്തേക്ക് പരന്നു പോകും അതാണ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര സ്ഥലത്തേക്ക് ആ വെള്ളം പരന്നു പോകും? ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ബെഡ്റൂം എടുക്കാം. ഈ ബെഡ്റൂമിൽ ഞാൻ വെള്ളം നിറയ്ക്കാൻ പോവാണ്. എനിക്ക് 8 സെൻറ്റിമീറ്ററിൽ വെള്ളം നിറയണം എന്ന് വിചാരിക്കാം. 8 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം നിറയണം എന്ന് വിചാരിക്കുക. അപ്പോൾ 8 സെൻറ്റിമീറ്ററിൽ എൻ്റെ ഹൈറ്റിൽ വെള്ളം നിറയുമ്പോൾ ആ വെള്ളം ഈ ബെഡ്റൂമിൽ എവിടെയൊക്കെ പരക്കും എന്ന രീതിയിലാണ്. അതാണ് ഏരിയ.
8 സെൻറ്റിമീറ്റർ വെള്ളം ഇങ്ങനെ നിറയണമെങ്കിൽ ആ 8 സെൻറ്റിമീറ്റർ വെള്ളം നിറയുമ്പോഴേക്കും ആ കൃഷിയിടത്തിൻ്റെ എത്ര ഏരിയയിൽ വെള്ളം നിറയും, വെള്ളം പരന്ന് പോകും. നിങ്ങൾക്ക് മനസ്സിലായി? വെള്ളം നനയും. 8 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എത്ര ഭാഗത്ത് വെള്ളം പോകും എന്നാണ് ചോദ്യം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു. അപ്പം ഇത് ഒരു റിവറാണ്. റിവറിൽ നിന്നും റിവർ ക്യൂബോയിഡൽ ഷേപ്പാണെന്ന് മനസ്സിലായി. റിവറിൻ്റെ ലെങ്ത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു പൈപ്പ് എടുത്ത് 30 മിനിറ്റ് കൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം വേണം. എനിക്ക് ഒരു ഇറിഗേഷൻ ജലസേചനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓഫ് കോഴ്സ് ഒരു പറമ്പെന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം റെക്റ്റാങ്കിൾ പ്ലോട്ടൊക്കെയാണ്. അങ്ങനെയാണ് പറമ്പ്. ഈ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യുന്നത് ആ ഷേപ്പിൽ. ഓക്കെ, ആ ഷേപ്പിൽ ഏകദേശം റെക്റ്റാങ്കിൾ പ്ലോട്ടിനാണോ അതുള്ളത്. ആ പ്ലോട്ടിൽ 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം വേണം എനിക്ക്. അങ്ങനെ 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ എനിക്ക് വെള്ളം എടുക്കുമ്പം ആ പ്ലോട്ടിൽ എത്ര ഭാഗത്തോട്ട് ആ വെള്ളം കവിയും? 8 സെൻറ്റിമീറ്റർ ഉയരവും വേണം. ആ 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ എത്ര ഭാഗത്തേക്ക് വെള്ളം കവിയും? അതാണ്, ആ കവിയുന്ന ഏരിയയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. വാട്ടർ ഇൻ എ കനാൽ 6 meter wide, 1.5 meter deep is flowing at a speed of 10 km/h. How much area will it irrigate in 30 minutes if 8 centimeter of standing water is needed? 8 സെൻറ്റിമീറ്റർ സ്റ്റാൻഡിങ് വാട്ടർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് എത്ര ഭാഗത്തേക്ക് കവിയും എന്നുള്ള രീതിയിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ഏരിയ കവിയുന്ന, ആ പരക്കുന്ന ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 8 സെൻറ്റിമീറ്റർ സ്റ്റാൻഡിങ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ടിൽ ഇങ്ങനെ 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം നിറയും ഇല്ലേ? 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഇങ്ങനെ വെള്ളം നിറയും. വെള്ളം നിറഞ്ഞ് നോക്കുന്ന ആലോചിച്ചൊക്കെ ഒരു 8 സെൻറ്റിമീറ്റർ ഉയരത്തിലോട്ട് ഇങ്ങനെ വെള്ളം നിറയുമ്പം, ആ നിറഞ്ഞു കഴിയുമ്പം ആ ഷേപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കി. അത് ഓൾമോസ്റ്റ് ഒരു ക്യൂബോയിഡൽ ഷേപ്പിലോട്ട് വന്നിട്ടുണ്ടാവില്ലേ ആ പറമ്പ്? എപ്പം? പറമ്പ് നിങ്ങൾ വെള്ളം നിറയുന്നതിന് മുമ്പ് പറമ്പ് റെക്റ്റാങ്കിൾ ഷേപ്പാണ്, 2 ഡയമെൻഷനിലാണ്. പക്ഷേ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ഡയമെൻഷനും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ ഹൈറ്റ് വെള്ളത്തിൻ്റെ വന്നില്ലേ? അപ്പോൾ ഒരു ക്യൂബോയിഡൽ ഷേപ്പിലോട്ട് നിങ്ങളുടെ പറമ്പ് മാറിയിട്ടുണ്ടാവില്ലേ? വെള്ളം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ മാറും. സംശയം ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് പറമ്പിൽ ഒഴിച്ചു നോക്ക്, വരും, മാറും. നിങ്ങൾ ലോജിക്കൽ ആലോചിച്ചാൽ മതി. ഇപ്പം നിങ്ങളുടെ പറമ്പിൽ വെള്ളമൊക്കെ കയറുമ്പം, മഴയത്ത് വെള്ളം കയറുമ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ലെങ്ത്തും ബ്രെഡ്ത്തും പറമ്പിന് ഓൾറെഡി ഉണ്ട്. വെള്ളത്തിൻ്റെ ഹൈറ്റും കൂടി ആകുമ്പോൾ ക്യൂബോയിഡുള്ള ഷേപ്പിലോട്ട് മാറി. ഒക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതുക. ഗിവൺ ദാറ്റ് വാട്ട് breadth of the given breadth of the river as 6 meter, depth of the river as 1.5 meter, and so length of the river as 6 meter and breadth of the river as what? Breadth of the river as 1.5 meter. So length of the river ഒന്നുമല്ല, എന്തൊക്കെയാണ് എഴുതി വെക്കുന്നത്. സോ ഗിവൺ ദാറ്റ് breadth of the river, no? സോ അതിന് നമുക്ക് വിഡ്ത്ത് എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത് ആണ്. സോ B1 എന്ന് വിളിക്കാം, ഹൈറ്റിന് H1 എന്ന് വിളിക്കാം. സോ B1 is given as what? 6 meter and depth is given as, or height is given as 1.5 meter തന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ വേറൊരു കാര്യം തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 1 hour അല്ലേ? ലെങ്ത് ഓഫ് റിവർ ഇൻ 1 hour ആണ് തന്നേക്കുന്നത്. എന്ത്? ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 1 hour ആണ് തന്നേക്കുന്നത്. 10 കിലോമീറ്റർ. 1 മണിക്കൂറിൽ പുഴ സഞ്ചരിക്കുന്ന ദൂരമാണ് ആ 1 മണിക്കൂറിൽ പുഴയുടെ ലെങ്ത്ത്. അപ്പോൾ 10 കിലോമീറ്റർ. സോ ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 1 hour ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 10 കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ പുഴയിൽ നിന്നും എനിക്ക് ആകെ 30 മിനിറ്റിൻ്റെ വെള്ളമാണ് ഇങ്ങോട്ട് എടുക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ 30 മിനിറ്റിൻ്റെ വെള്ളം എടുക്കുമ്പം എനിക്ക് 8 മീറ്ററിൽ വെള്ളം നിറയണം, സ്റ്റാൻഡിങ് വാട്ടർ വേണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ക്യൂബോയിഡൽ ഷേപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് തന്നിട്ടില്ല, സോ ലെറ്റ് ഇറ്റ് ബി L2. ഇതിൻ്റെ ബ്രെഡ്ത്ത് തന്നിട്ടില്ല, ലെറ്റ് ഇറ്റ് ബി B2. പക്ഷേ ഈ സാധനത്തിൻ്റെ ഹൈറ്റ് നമുക്കറിയാം. എത്ര ഹൈറ്റിൽ സ്റ്റാൻഡിങ് വാട്ടർ വേണം, അതായിരിക്കുമല്ലോ ഈ സാധനത്തിൻ്റെ ഇപ്പോഴത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. എത്ര ഹൈറ്റിലാണ് സ്റ്റാൻഡിങ് വാട്ടർ വേണ്ടത്? പറ. 8 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് എന്ത് വേണ്ടത്? സ്റ്റാൻഡിങ് വാട്ടർ വേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. 8 സെൻറ്റിമീറ്റർ നമുക്ക് മീറ്ററിലോട്ട് മാറ്റാം, കാരണം ബാക്കിയെല്ലാം മീറ്ററിലാണല്ലോ. അപ്പോൾ 8 സെൻറ്റിമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റുമ്പം ഇറ്റ്സ് ലെറ്റ് ബി H2 കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ H2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ H2 = 8 സെൻറ്റിമീറ്റർ. എത്രയാണ് സ്റ്റാൻഡിങ് വാട്ടർ വേണം, അതാണ് ഹൈറ്റ്. സോ H2 = 8 സെൻറ്റിമീറ്റർ. സോ H2 = 8 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലോട്ട് മാറ്റുമ്പം 8നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് മീറ്ററിലോട്ട് മാറുള്ളൂ. സോ 0.08 മീറ്റർ എന്ന് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഡയമെൻഷൻസ് ഒക്കെ എഴുതി. ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്ത് കാര്യമാണ് നമ്മൾ കമ്പയർ ചെയ്യാം? എനിക്ക് എത്ര മിനിറ്റിൻ്റെ വെള്ളമാണ് വേണ്ടത് ഇങ്ങോട്ട്? 30 മിനിറ്റിൻ്റെ വെള്ളം. അതായത് ഇതിൽ നിന്ന് 30 മിനിറ്റിൻ്റെ വെള്ളം എനിക്കിവിടെ നിറയണം. അതായത് ഈ പുഴയിൽ 30 മിനിറ്റിൽ എത്ര വെള്ളമുണ്ടോ അതാണ് എനിക്കിവിടെ വരേണ്ടത്. അതായത് 30 മിനിറ്റിൽ ഈ പുഴയിലുള്ള അതേ വെള്ളം എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് നിറയ്ക്കണം. അപ്പോൾ അതായത് 30 മിനിറ്റിൽ ഈ പുഴയിൽ എത്ര വെള്ളമുണ്ടോ ആ സെയിം എമൗണ്ട് ഓഫ് വെള്ളം ഇവിടെ ഉണ്ടാവില്ലേ?
അതായത് 30 മിനിറ്റിൽ ഈ പുഴയിലുള്ള വെള്ളത്തിൻ്റെ വോളിയം, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ വോളിയം. സോ ഈ 30 മിനിറ്റിൽ ഈ പുഴയിലുള്ള വെള്ളത്തിൻ്റെ വോളിയം എന്ത് വേണം, ഇവിടെയുള്ള എന്താണ് പറയുക 30 മിനിറ്റിലുള്ള വെള്ളത്തിൻ്റെ വോളിയം ഈക്വലാവണ്ടേ. ഈക്വലാവണം. ഇവിടെ 30 മിനിറ്റിൽ എത്ര വെള്ളമുണ്ടോ അത് തന്നെയായിരിക്കും ഇവിടെ വെള്ളം വന്നെന്നറിയാം അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വോളിയം രണ്ടിലും സെയിം ആയിട്ട് വരും. കാരണം എന്താ, ഇവിടെ ഉള്ള വെള്ളം 30 മിനിറ്റിൽ എന്തോരും പുഴയിൽ 30 മിനിറ്റിൽ പുഴയിലുള്ള അതേ വെള്ളം, പുഴയിൽ ഒരുപാട് വെള്ളമുണ്ട്, പക്ഷേ 30 മിനിറ്റിൽ പുഴയിൽ എത്ര വെള്ളമുണ്ടോ ആ 30 മിനിറ്റിലുള്ള പുഴയുടെ വെള്ളമാണ് ഇവിടെ വന്നേക്കുന്നത്. അതായത് ഇതിലുള്ള വെള്ളത്തിൻ്റെ അളവ് വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ റിവർ ഇൻ 30 മിനിറ്റ്സ്. കാരണം പുഴയിൽ ഒരുപാട് വെള്ളം ഉണ്ടാകും, പക്ഷേ 30 മിനിറ്റിൽ പുഴയിൽ എത്ര വെള്ളമുണ്ടോ അതാണ് ഇവിടെ വന്ന് നിറഞ്ഞത്. അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ റിവർ ഇൻ 30 മിനിറ്റ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് എന്തെന്ന് എഴുതാം, അക്കോർഡിംഗ് ടു ദ question what we can write, volume of water in the field, അതായത് പറമ്പിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ആ പറമ്പിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം എവിടെ നിന്ന് വന്നതാണ്, പുഴയിൽ നിന്ന് വന്നതാണ്. അപ്പം പറമ്പിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് പുഴയിലുള്ള വെള്ളത്തിൻ്റെ അളവാണ്. പുഴയിലുള്ള മൊത്തം വെള്ളത്തിൻ്റെ അളവാണോ? അല്ല. പറമ്പിൽ നിങ്ങൾ എത്ര മിനിറ്റത്തേക്കാണ് വെള്ളം എടുത്തേക്കുന്നത്? 30 മിനിറ്റ് എടുത്തേക്കുന്നത്. അപ്പം വോളിയം ഓഫ് വാട്ടർ ഇൻ ദ ഫീൽഡ് എന്ന് പറയുന്നത് പുഴയിലുള്ള 30 മിനിറ്റിൽ പുഴയിൽ എത്ര വെള്ളമുണ്ടോ ആ വെള്ളമാണ് പറമ്പിൽ വന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വോളിയം ഓഫ് വാട്ടർ ഇൻ ദ ഫീൽഡ് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫീൽഡിലോട്ട് വെള്ളം ഇവിടുന്ന് എടുത്തു, റിവറിൽ നിന്ന് എടുത്തു, എത്ര മിനിറ്റത്തെ റിവറിലുള്ള വെള്ളം 30 മിനിറ്റത്തെയാണ് വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ ഫീൽഡ് വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് വാട്ടർ ഇൻ റിവർ ഇൻ 30 മിനിറ്റ്സ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി വോളിയം ഓഫ് വാട്ടർ ഇൻ ദ ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഈ ഫീൽഡിൻ്റെ വോളിയം ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഈ ക്യൂബോർഡിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. ഈ ക്യൂബോർഡിൻ്റെ ലെങ്ത് L2 ആണ്, ബ്രെഡ്ത്ത് B2 ആണ്, ഹൈറ്റ് H2 ആണ്. സോ എന്ത് വരും? L2 ഇൻറ്റു B2 ഇൻറ്റു ഹൈറ്റ് എന്താണ്? H2 ആക്കി എടുത്തു. ഇനി വോളിയം ഓഫ് വാട്ടർ ഇൻ ദ റിവർ എന്താണ്? റിവറും ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് ക്യൂബോർഡ്. അപ്പം 30 മിനിറ്റ്സിലുള്ള റിവറിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല LBH. കാരണം ക്യൂബോർഡൽ ഷേപ്പിലാണല്ലോ. അപ്പോൾ ക്യൂബോർഡൽ ഷേപ്പിലുള്ള ഒരു റിവറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ LBH ആണ്. സോ L ഇൻറ്റു B ഇൻറ്റു H. L എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ് ലെങ്ത് ഓഫ് ദ റിവർ? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ B1 ആണ് കൊടുത്തേക്കുന്നത്, H1 ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ L1 കൊടുത്തു. നിങ്ങൾക്ക് L1 കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. സോ നമുക്ക് L1 എന്ന് വിളിക്കാം നമുക്ക് തൽക്കാലം. ഓക്കെ. ഇനി നിങ്ങളൊന്ന് മാറ്റി എഴുതണം. അതായത് ഇതാ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെയും LBH ആണ് ഫോർമുല, ഇവിടെയും LBH ആണ് ഫോർമുല. കാരണം രണ്ടും ക്യൂബോർഡൽ ഷേപ്പിലാണ്. ഈ സാധനം എന്ന് പറയുന്നത് ഫീൽഡിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ പുഴയിൽ ഉള്ള 30 മിനിറ്റിലുള്ള വെള്ളത്തിൻ്റെ അളവ്. അതെന്തുകൊണ്ടാണ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയത്? കാരണം ഫീൽഡിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് പുഴയിലുള്ള 30 മിനിറ്റിലുള്ള വെള്ളമാണ്. അപ്പോൾ രണ്ട് ഈക്വൽ ആയിരിക്കുമല്ലോ, ഈക്വൽ ആവണമല്ലോ. ഓക്കെ. ഇനി ലെഫ്റ്റ് സൈഡ് L2 ഇൻറ്റു B2 നമുക്കറിയില്ല. L2 ഇൻറ്റു B2നെ എനിക്ക് പകരം L2 ഇൻറ്റു B2 എന്ന് വെച്ചാൽ L ഇൻറ്റു B എന്നാണ് അർത്ഥം അല്ലേ. L ഇൻറ്റു B എന്ന് വെച്ചാൽ ബേസ് ഏരിയ അല്ലേ. നിങ്ങൾ നോക്കി, L2 ഇൻറ്റു B2 എന്ന് വെച്ചാൽ L2 ഇൻറ്റു B2 എന്ന് വെച്ചാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് L ഇൻറ്റു B. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ബേസ് ഏരിയ എന്ന് എഴുതിക്കൂടെ എനിക്ക്? കാരണം L ഇൻറ്റു B ചെയ്ത് കഴിഞ്ഞാൽ ഇതാ, നിങ്ങൾ ഈ ഒരു ടൈം മാത്രം കൺസിഡർ ചെയ്യുക, L ഇൻറ്റു B. ഈ ഒരു ടൈം മാത്രം കൺസിഡർ ചെയ്യുക, L ഇൻറ്റു B. L ഇൻറ്റു B എന്ന് വെച്ചാൽ L2 ഇൻറ്റു B2 എന്ന് വെച്ചാൽ ഈ താഴെയുള്ള ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. LB ആണല്ലോ റെക്റ്റാങ്കിൾ ഏരിയ. അപ്പോൾ താഴെയുള്ള ഈ റെക്റ്റാങ്കിൾ ഏരിയ അഥവാ നിങ്ങൾക്ക് ബേസ് ഏരിയ എന്ന് പറഞ്ഞുകൂടെ? യെസ്, ബേസ് ഏരിയ എന്ന് പറയാം. L2 ഇൻറ്റു B2നെ ബേസ് ഏരിയ എന്ന് പറയാം. ഇൻറ്റു H2 അതുപോലെ എഴുതാം. H2 തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ, അതായത് 0.08 മീറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. 0.08 മീറ്റർ വിൽ ബി ഈക്വൽ ടു L1 ഇൻറ്റു B1 ഇൻറ്റു H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം എന്താ, നമുക്ക് എല്ലിൻ്റെ പുഴയുടെ ലെങ്ത്തും പുഴയുടെ ബ്രെഡ്ത്തും പുഴയുടെ ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പുഴയിലുള്ള മൊത്തം വെള്ളത്തിൻ്റെ അളവാകും. പക്ഷേ നമുക്ക് വേണോ? വേണ്ട. 30 മിനിറ്റിൽ പുഴയിൽ എത്ര വെള്ളമുണ്ടോ അത് മതി. അപ്പം ലെങ്ത് ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 30 മിനിറ്റ്സ് മതി നമുക്ക്. ബ്രെഡ്ത്ത് ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ റിവർ ഇൻ 30 മിനിറ്റ്സ് മതി. ഇനി ഹൈറ്റ് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ റിവർ ഇൻ 30 മിനിറ്റ്സ് മതി. കാരണം എന്താ, ഒരു പുഴയ്ക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം കൂടെ Lഉം Bയും Hഉം കൂടെ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പുഴയിലുള്ള മൊത്തം വെള്ളത്തിൻ്റെ അളവ് കിട്ടൂലേ? നമുക്കത് വേണോ? ഇല്ല. 30 മിനിറ്റിൽ പുഴയിൽ എത്ര വെള്ളമുണ്ട് അത് മാത്രം മതി. അപ്പം പുഴയുടെ ലെങ്ത്ത് എടുക്കുമ്പോൾ 30 മിനിറ്റ്സിൽ എടുക്കുക, ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ പുഴയുടെ വീതി 30 മിനിറ്റിലുള്ള വീതി മതി, ഹൈറ്റ് എടുക്കുമ്പോൾ 30 മിനിറ്റിലുള്ള പുഴയുടെ ഹൈറ്റ് മതി, ലെങ്ത്ത് എടുക്കുമ്പോൾ 30 മിനിറ്റിലുള്ള പുഴയുടെ ലെങ്ത്ത് മതി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി
അടുത്ത പേജിലോട്ട് പോകാം. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയൊന്നും പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുള്ളൂ, അതാണ് ഇതിൻ്റെ വാസ്തവം. അപ്പം നിങ്ങൾ അത് നേരായ രീതിയിൽ എൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു വ്യൂവിലോട്ട് മാറ്റി പഠിച്ചോളൂ. പിന്നെ മാത്രമല്ല, നോട്ട് അപ്ലോഡ് ചെയ്യുമ്പം മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തത് ഈ ഫോർമുല 2 മനസ്സിലാക്കണോ. ക്യൂബോർഡിലാണ് 2 ഷേപ്പ് ഉള്ളത്, അതുകൊണ്ട് ക്യൂബോർഡിൽ ഫോർമുല 2 ഈക്വൽ ആവാൻ കാരണം പുഴയിലുള്ള 30 മിനിറ്റിലുള്ള വെള്ളത്തിൻ്റെ അളവാണ് ഇത് പറമ്പിലുള്ള വെള്ളം, രണ്ടും സെയിം ആവണം, കാരണം പുഴയിൽ നിന്നാണ് പറമ്പിലോട്ട് വെള്ളം വരുന്നത്. ഇവിടെ നമ്മൾ ഈ L/B വരും ബേസ് ഏരിയ, കാരണം L/B എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയൻ്റെ ഫോർമുലയാണ് L/B, അതായത് അവിടെയുള്ള ബേസ് ഏരിയ ആണിത്. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അത് കൊടുത്തു, തന്ന ഹൈറ്റ് കൊടുത്തു. പിന്നെ L/B/H, നമുക്ക് L/B/H എന്ന് വെച്ചാൽ പുഴയുടെ മൊത്തം ലെങ്ത്തും മൊത്തം ബ്രെഡ്ത്തും മൊത്തം ഹൈറ്റൊന്നും വേണ്ട, കാരണം എന്താ 30 മിനിറ്റിൽ ഉള്ള വെള്ളം മതി. അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എടുക്കുന്നത് 30 മിനിറ്റിലോട്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് മാത്രം എടുക്കുക, കാരണം 30 മിനിറ്റിലുള്ള പുഴയുടെ വെള്ളം മതി നമുക്ക്. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡ് നോ ചേഞ്ച്, ബേസ് ഏരിയ ഇൻറ്റു 0.08 വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഇൻ 30 മിനിറ്റ്സ് എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 30 മിനിറ്റ്സ് എന്നല്ല അതിൻ്റെ അർത്ഥം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലെങ്ത് ഓഫ് റിവർ ഇൻ 1 hour എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ, ലെങ്ത് ഇൻ 30 മിനിറ്റ്സ് ഓഫ് ദ റിവർ ആണ് നമുക്ക് വേണ്ടത്. ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 1 hour, അതായത് 10 കിലോമീറ്റർ പെർ അവർ ആണ് റിവറിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ, ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 1 hour ഇസ് ഗിവൺ ദാറ്റ് വാട്ട് 10 കിലോമീറ്റർ. നമുക്ക് വേണ്ടത് 30 മിനിറ്റിലാണ്. അപ്പോൾ 10 കിലോമീറ്റർ ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 1 hour എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ. 10 കിലോമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കിലോമീറ്ററിനെ എങ്ങനെ മീറ്ററിലോട്ട് മാറ്റാം? സോ എന്തിനാണ് ഞാൻ മീറ്ററിലോട്ട് മാറ്റുന്നത്? കാരണം ബാക്കി എല്ലാ ക്വാണ്ടിറ്റിയും നമ്മുടെ മീറ്ററിലുള്ളത്, അതുകൊണ്ട് 10 കിലോമീറ്റർ എന്നുള്ള മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മീറ്ററിനെ കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1000, 10നെ 1000 മൾട്ടിപ്ലൈ ചെയ്താൽ 10,000 മീറ്റർ. അതായത് ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 1 hour ആണ് 10,000 മീറ്റർ. നമുക്ക് ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 30 മിനിറ്റ്സാണ് വേണ്ടത് അല്ലേ. അപ്പം ഒരു മണിക്കൂറിൽ 10,000 മീറ്ററാണ് റിവറിൻ്റെ ലെങ്ത് എങ്കിൽ അരമണിക്കൂർ അഥവാ 30 മിനിറ്റ്സിൽ റിവറിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ലെങ്ത് ഓഫ് റിവർ ഇൻ 30 മിനിറ്റ്സ് എന്തായിരിക്കും? ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 1 hour ആണ് 10,000 മീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 30 മിനിറ്റ്സ് അഥവാ ലെങ്ത് ഓഫ് ദ റിവർ ഇൻ ഹാഫ് ആൻ അവർ എന്ന് വെച്ചാൽ 10,000ൻ്റെ പകുതിയായി എന്തായിരിക്കും? 5000 മീറ്റർ ആയിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 30 മിനിറ്റ്സ് നമുക്ക് എന്ത് കിട്ടി? 5000 എന്ന് കിട്ടി. അത് റൈറ്റ് സൈഡിൽ അവിടെ കാൽക്കുലേഷൻ വേണം. ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യും. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് അപ്രോച്ച് ഉപയോഗിക്കുക. നിങ്ങൾ ഇതേ പാറ്റേൺ ഒന്നും ചെയ്യണമെന്ന് പറയുന്ന ആവശ്യവിഷ്. ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എനിക്കറിയാവുന്നതുപോലെ റിയൽ ലൈഫിലോട്ടുള്ള ഇങ്ങനെ ഒരു സിറ്റുവേഷനും ക്വസ്റ്റ്യനിൽ അവരുദ്ദേശിക്കുന്ന സിറ്റുവേഷനും നമ്മൾ ഉദ്ദേശിക്കുന്ന സിറ്റുവേഷനും രണ്ടായിരിക്കാം. ഞാൻ ആ സിറ്റുവേഷൻ റിയൽ ലൈഫിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. എൻ്റെ ലിമിറ്റിൽ ഞാൻ ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചോളൂ, നിങ്ങളുടേതായ രീതിയിൽ സ്റ്റെപ്പ് ചെയ്തോളൂ, കണ്ടുപിടിച്ചോളൂ, ശരിയാവണമെന്ന് മാത്രം. എന്നെക്കൊണ്ട് അറിയാവുന്നതുപോലെ ഞാനൊരു റിയൽ ലൈഫ് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എനിക്കറിയില്ല നിങ്ങളത് എത്രമാത്രം ഉൾക്കൊണ്ടുവന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നന്നായി ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിത് നന്നായി നല്ലതുപോലെ പറഞ്ഞതാണ്, ദേഷ്യത്തോടെ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾക്കുള്ള ഇഷ്ടമുള്ള രീതി ചെയ്യാം. എനിക്ക് പറ്റുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുമ്പിൽ ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രം. സോ ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 30 മിനിറ്റ്സ് 5000 മീറ്റർ ആണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഈ ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബ്രെഡ്ത്ത് ഓഫ് ദ റിവർ ഇൻ 30 മിനിറ്റ്സ്. ഞാൻ ചോദിക്കട്ടെ, പുഴയുടെ വീതി സമയത്തിനനുസരിച്ച് മാറുമോ? ഇല്ല. പുഴയുടെ വീതി എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ പുഴ ഒഴുകുന്ന പുഴയുടെ വീതി ഇന്ന സമയത്ത് ഇത്ര വീതി, അന്ന സമയത്ത് ഇത്ര വീതി എന്നുണ്ടോ? ഇല്ല. ലെങ്ത് ഓഫ് ദ റിവർ മാറും, പക്ഷേ ബ്രെഡ്ത്ത് ഓഫ് ദ റിവർ, കാരണം ലെങ്ത് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ എന്താ, 1 മണിക്കൂറിൽ പുഴ സഞ്ചരിക്കുന്ന ദൂരം അല്ല 2 മണിക്കൂറിൽ പുഴ സഞ്ചരിക്കുക, അതുകൊണ്ട് അതൊന്നും മാറ്റം ഉണ്ടാവും. പക്ഷേ ബ്രെഡ്ത്ത് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പുഴയുടെ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് ദ റിവർ എത്ര മിനിറ്റ് ആയാലും, 10 മിനിറ്റ് ആണെങ്കിലും 20 മിനിറ്റ് ആണെങ്കിലും 30 മിനിറ്റ് ആണെങ്കിലും ആ തന്ന ബ്രെഡ്ത്ത് തന്നെയായിരിക്കും. അതായത് തന്ന എത്രയാണ്? 6 മീറ്റർ. ഇനി ഹൈറ്റ് ഓഫ് ദ റിവർ, ഡെപ്ത്ത്, റിവറിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പുഴയുടെ ആഴം കോൺസ്റ്റൻ്റ് ആയിരിക്കില്ലേ, സമയത്തിനനുസരിച്ച് മാറുമോ? ഇല്ല. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ റിവർ നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാം, 1.5. അതിലൊരു കൺഫ്യൂഷനും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് എത്ര എളുപ്പമായി നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഇതിന് ഇത്രയും മാത്രം നമ്മളതിനെ ഒരു കൺഫ്യൂഷനിലോട്ടൊന്നും കൊണ്ടുപോകണ്ട. ഇപ്പം നമ്മൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാം. നമ്മൾ ചെയ്തത് റിവർ ഒരു ക്യൂബോയിഡൽ ഷേപ്പിലാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ നിറയ്ക്കാവുന്ന ഫീൽഡിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അതൊരു ക്യൂബോയിഡൽ ഷേപ്പിലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ റിവറിൽ 30 മിനിറ്റിലുള്ള വെള്ളമായിരിക്കും ഇതിലുണ്ടായിരിക്കുന്ന വെള്ളം അല്ലേ. അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അളവ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ റിവർ ഇൻ 30 മിനിറ്റ്സ് എന്ന് എഴുതി. ഇനി ഇതിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് L2 × B2 × H2 ആണ്. ആ L2 × B2 എന്നുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ള L × B. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ
എസ് അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ L/B/H ആണ്. അതിൽ L2/B2 ഈ ഒരു ടൈമിൽ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ L/B ഫോമില വന്നിരിക്കുന്നത്. L/B എന്ന് വെച്ചാൽ എപ്പോഴും താഴെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അതുകൊണ്ടാണ് ഞാൻ ബേസ് ഏരിയ എന്ന് മാറ്റിയത്. H2 ഞാൻ അതുപോലെ എഴുതി. എന്തുകൊണ്ടാണ് L/B ബേസ് ഏരിയ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. L2/B2 എന്ന് പറഞ്ഞാൽ L2/B2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കിട്ടുക, ബേസ് ഏരിയ ആണ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ബേസ് ഏരിയ എന്ന് എഴുതിയത്. ഹൈറ്റ് ഞാൻ അവിടെ തന്ന ഹൈറ്റ് എത്രയാണ് സ്റ്റാൻഡിങ് വാട്ടർ, അതാണല്ലോ അതിൻ്റെ ഹൈറ്റ് വരിക. പിന്നെ ഇവിടെ ഉള്ളതിൽ ഒരു പ്രത്യേകതയുണ്ട്. L/B/H എടുക്കുമ്പോൾ 30 മിനിറ്റിലുള്ള പുഴയിലുള്ള വെള്ളത്തിൻ്റെ അളവ് മതി. അപ്പം L/B/H 30 മിനിറ്റിലോട്ട് കണ്ടുപിടിക്കുക. അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ L 30 മിനിറ്റിലോട്ട് മാറ്റണം, B/H എല്ലാ സമയത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും. L 30 മിനിറ്റിലോട്ട് മാറ്റുക, അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു പേജിൽ തീരാവുന്ന കാര്യമുള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്തപ്പം സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ഇത്ര വലുതായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലോട്ട് നിങ്ങൾക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ തെറ്റിപ്പോയത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. നമുക്കിവിടെ വേണ്ടത് ബേസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബേസ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ഹൗ മച്ച് ഏരിയ വിൽ ഇറ്റ് ഇറിഗേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ബേസ് ഏരിയ ആണ് ഇറിഗേറ്റ് ചെയ്തതെന്ന്. ചുരുക്കം പറഞ്ഞാൽ ബേസ് ഏരിയ ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസ് ഏരിയ എത്ര, ബേസിൻ്റെ ബേസ് എത്ര ഗ്രൗണ്ട് വെള്ളം നിറഞ്ഞു എന്ന് വെച്ചാൽ ബേസ് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ബേസ് ഏരിയ അവിടെ നിർത്തി. ബാക്കി റൈറ്റ് സൈഡിലുള്ള അതുപോലെ എഴുതി. 5000 × 6 × 1.5 അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ ഈ 0.08 ബേസ് ഏരിയ അവിടെ നിർത്തി, 0.08 ഇപ്പുറത്തോണ്ട് വരാം. അപ്പോൾ 0.08 ഇവിടെ വന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഡിനോമിനേറ്റർ 5000 × 6 നിങ്ങൾ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 1.5 / 0.08. ഇവിടെ നിങ്ങൾക്ക് എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ട്? 2 ഡെസിമൽ പോയിൻറ്റ്. ഇവിടെ എത്ര ഡെസിമൽ പൊസിഷൻ ഉണ്ട്? 1 ഡെസിമൽ പൊസിഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡെസിമൽ പൊസിഷനുള്ള ഭാഗം ഏതാ? ഇത്. ഓക്കെ, ഇതിൻ്റെ ഡെസിമൽ പൊസിഷൻ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 2 ഡെസിമൽ പൊസിഷൻ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ന്യൂമറേറ്ററിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഡെസിമൽ പൊസിഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ക്യാൻസലേഷൻ എളുപ്പമായിരിക്കും. അപ്പോൾ മുകളിൽ എന്ത് വരും? 5000 × 6 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡെസിമൽ പൊസിഷനുള്ള സാധനം നോക്കുക, ഇവിടെയാണത്. അവിടെ 2 ഡെസിമൽ പൊസിഷൻ, അതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ന്യൂമറേറ്ററിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് 1.5 × 100 എന്ന് വെച്ചാൽ 1.5ന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 സ്ഥാനം റൈറ്റ് സൈഡിലോട്ട് പോകും. അപ്പോൾ ഒരു സ്ഥാനം പോയി, പിന്നെ ഒരു സ്ഥാനം കൂടെ പോകും. അപ്പോൾ ഒരു 0 ഇടുക, അപ്പോൾ 150 എന്ന് വരും. പിന്നെ 0.08ന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 സ്ഥാനം റൈറ്റിലോട്ട് പോകുമ്പോൾ 8 വരും. ഇനി നിങ്ങൾ കണ്ണും പൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പം 2 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4ഉം ഇവിടെ 3യും വരും. പിന്നെ ഇവിടെ 4ഉം 5000 ക്യാൻസൽ ചെയ്യാം. 4ൽ 1 4, 5ൽ 1 4 4, റിമൈൻഡർ 1 10 വരും. 10ൽ 2 4 8, റിമൈൻഡർ 2 വരും. 20ൽ 5 0. ഓക്കെ, അപ്പം 1250 × 3 × 150 വരും. സോ 125 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. × 15. So 5625 മീറ്റർ ക്യൂബ്. ഓക്കെ, 2 സീറോയും കൂടെ വരുമല്ലോ. നമ്മൾ 0 ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. 0 ഇത്രയും മീറ്റർ ക്യൂബ്. സോ മീറ്റർ ക്യൂബ് അല്ല, മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. സോ 562500 മീറ്റർ സ്ക്വയർ ആണ്, കാരണം ബേസ് ഏരിയ ആണ്. ഓക്കെ, സോ ദിസ് മച്ച് ഏരിയ ക്യാൻ ബി ഇറിഗേറ്റ് വിത്ത് സ്റ്റാൻഡിങ് വാട്ടർ. എത്രയാണോ പറഞ്ഞത് അത്രയും. സോ ദിസ് ഈസ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ബാക്ക് സൈഡ് ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്തു, കറക്റ്റാണ്. നിങ്ങൾ ഒന്ന് ഉറപ്പിക്കുക ഏതെങ്കിലും. കാരണം ഞാൻ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ ഒരു വാല്യൂസൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് മേക്ക് ഷുവർ ചെയ്യുക. അതെന്തായാലും നിങ്ങൾ ചെയ്യണം. എൻ്റെ ഒപ്പം തന്നെ ഇതാണ് ഇത്. എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, എന്നോട് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം സോ ഷാൾ ബി വൈൻഡ് അപ്പ്? യെസ്, കാരണം ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാക്കുമ്പോൾ കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് ഞാനിത് ഈ എക്സസൈസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ അടുത്ത ദിവസം കംപ്ലീറ്റ് ആക്കും. പിന്നെ നമ്മൾ ഫ്രസ്റ്റ് ഓപ്പൺ ചെയ്യും. ഫ്രസ്റ്റും സിമ്പിളാണ്, പക്ഷേ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രസ്റ്റത്തിൽ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോയോട് കൂടി നമുക്ക് ഈ എക്സസൈസ് തീരും. പിന്നെ ഒരു 1 more വീഡിയോ, അത്രയേ ഉള്ളൂ. 2 വീഡിയോയ്ക്കുള്ളിൽ നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നു. ഇതിൽ നമ്മൾ അധികം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇപ്പം ചെയ്യുന്നില്ല. ഉഴപ്പൊന്നുമല്ല ഞാൻ, കാരണം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അപ്പം അത് നമ്മൾ ആദ്യം ചെയ്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പക്ഷേ നമുക്കിതിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച കൊണ്ട് തീർക്കാൻ ശ്രമിക്കുക. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളതുകൊണ്ട് അറിയില്ല. എന്തായാലും ബൈ നെക്സ്റ്റ് വീക്ക് നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങും, ട്രയാങ്കിൾ. സോ പ്രാക്ടീസ് വെൽ, പ്ലീസ് ഡു ദാറ്റ്. താങ്ക് യു. നിങ്ങൾ ഒന്നുമില്ല, എന്ത് പറയണം. ബൈ.